Hello everyone, this is Lenu. Welcome to Learn Miss. Hope you guys are doing well. എല്ലാരും വെക്കേഷൻ അടിച്ചു പൊളിക്കായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ 10th ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം ഈ വർഷം 10th നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. പുതുതായിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ട് 1-ലുള്ളത് 2-ലേക്ക് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചത് തന്നെ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഹയർ സ്റ്റഡീസ്. അത് 11th-ലും 12th-ലും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ആണ്. ഓക്കെ, ചാപ്റ്റർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അത് ഉണ്ടായിരുന്നത് സെക്കൻഡ് പാർട്ടിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്റർ അങ്ങനെ പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 10th കയറുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നമ്മളൊരു തുടക്കം നമ്മൾ കാർബൺ കോമ്പൗണ്ട്സിന്റെ 9th പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലെ? നമ്മൾ കുറച്ചൊക്കെ നോമൻക്ലേച്ചർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ അതൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. റിഫ്രഷ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഓർഗാനിക് കെമിസ്ട്രി. കുറെ ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ? ഇൻഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, അങ്ങനെ കുറെ ബ്രാഞ്ചുകൾ ഉണ്ട് കെമിസ്ട്രിക്ക്. അതിലെ ഒരു ബ്രാഞ്ച് ആണ് ഓർഗാനിക് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് കാർബൺ. കാർബൺ എന്ന് പറഞ്ഞ ഒരു ഒറ്റ എലമെന്റിന്റെ പുറത്താണ് ഈ ബ്രാഞ്ച് നിലനിൽക്കുന്നത്. ഓക്കെ, ദെൻ കാർബണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് എല്ലാവരും ഒന്ന് റിക്കലക്ട് ചെയ്തേ. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? യെസ്, ഇറ്റ് ഈസ് 6 ആയിരുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഷെല്ലില് 2, സെക്കൻഡ് സെല്ലില് 4. 2 4 ആണ്. ദാറ്റ് മീൻസ് കാർബണിന്റെ ഔട്ടർ ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് കാർബൺ ഈസ് ടെട്രാവാലന്റ് എന്നാണ്. ടെട്രാവാലൻസി ഓഫ് കാർബൺ ആണ് ആദ്യം പഠിച്ചത്. അതായത് നമുക്കറിയാം ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ അല്ലെ? അപ്പോ 4 ഇലക്ട്രോൺ വരുമ്പോ 4 എണ്ണത്തിന് ഇങ്ങോട്ട് വാങ്ങാനും 4 എണ്ണത്തിന് കൊടുക്കാനും കാർബൺ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ? കൊടുക്കൽ വാങ്ങൽ താല്പര്യമില്ലാത്ത ഒരാളാണ് കാർബൺ. കാർബൺ എന്താ ഇഷ്ടം? പിന്നെ ഷെയർ ചെയ്യാം അല്ലെ? സോ കാർബൺ ഷെയർ ചെയ്തിട്ട്, ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കണ്ടേ? ഷെയറിംഗ് നടത്തുന്നത് ഏതാ? കോവാലൻ ബോണ്ട് ആണ് അല്ലെ? അപ്പൊ കോവാലൻ ബോണ്ട് ആണ് കാർബൺ കോമ്പൗണ്ട്സ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിച്ചു കാർബണ് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. കാർബണ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ 3 തരം ബോണ്ട്സുകൾ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ലോങ് ചെയിൻസ് ഉണ്ടാക്കാം, ബ്രാഞ്ചുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ റിങ്ങുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ കാർബൺ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ കാർബണിന്റെ പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചു. ഇപ്പൊ കുറച്ച് ഓർമ്മ ഒന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. ഓക്കെ, ഹൈഡ്രജനും കാർബണിന്റെയും കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇയർ നോമൻക്ലേച്ചർ ഒക്കെ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുമോ നോക്കാലോ. ഓക്കെ, നോക്കാട്ടോ. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. 2 ഹൈഡ്രോകാർബൺസിന്റെ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കി. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലുള്ള കാർബണിന്റെ എണ്ണം ഹൈഡ്രജന്റെ എണ്ണം ഒരുമിച്ച് എഴുതാം, അത്രേ ഉള്ളൂ. മോളിക്കുലർ ഫോർമുല എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എഴുതാം. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? യെസ്, 1 2 3 4 5 കാർബൺസ് ആണ് ഇതിലുള്ളത്. അപ്പൊ കാർബൺ 5 എണ്ണം, 5. ആൻഡ് വാട്ട് അബൌട്ട് ദി ഹൈഡ്രജൻ? 3 to 5 അങ്ങനെ 12 ഹൈഡ്രജൻസ് ആണ് ഉള്ളത്. അഗെയിൻ സെക്കൻഡ് ഹൈഡ്രോ കാർബൺ എടുത്തേ. സെക്കൻഡ് ഹൈഡ്രോ കാർബണില് എത്ര കാർബൺസ് ഉണ്ട്? 1 2 3 4 5 കാർബൺസ്. അഗെയിൻ ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ദർ? യെസ്, ഹിയർ ഇറ്റ് ഈസ് ഓൾസോ 12 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ 2 ഹൈഡ്രോ കാർബണിന്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ എഴുതി. ഓക്കെ, 2 ഹൈഡ്രോ കാർബണിന്റെ മോളിക്കുലർ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ വെച്ച് നമുക്ക് എല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? ആ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്മൾ കൗണ്ട് ചെയ്തതല്ലേ? എത്ര എണ്ണം ഉണ്ട്? യെസ്, 5 എണ്ണം. ഓക്കെ, വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? വേർഡ് റൂട്ടുകൾ ഓർമ്മയുണ്ടോ?
നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരാം വേർഡ് റൂട്ടുകൾ. ഓക്കെ, നമ്മൾ കാർബണിന്റെ നോമൻക്ലേച്ചർ കുറച്ച് പഠിച്ചപ്പോ നമ്മൾ വേർഡ് റൂട്ട് എന്നും പറഞ്ഞ് കുറച്ച് പഠിച്ചാറ്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ച് കാർബൺ ആറ്റത്തിന്റെ നമ്പർ മാറുമ്പോൾ അതുമ്പോ നമ്മള് ഒരു റൂട്ട് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം, അത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ കാർബണിന്റെ നമ്പർ അനുസരിച്ച്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അനുസരിച്ച് വേർഡ് റൂട്ട് എങ്ങനെയാണ് മാറുക നോക്കാം. ഒരു കാർബൺ ആണെങ്കിൽ എന്താ വേർഡ് റൂട്ട് എഴുതണ്ടേ? മീത്ത്. 2 കാർബൺ ആണെങ്കിൽ എയ്ത്ത്. 3 എണ്ണാണെങ്കിൽ പ്രൊപ്പ് എന്ന് എഴുതണം. ഓക്കെ, 4 എണ്ണാണെങ്കിലോ ബ്യൂട്ട്. 5 എണ്ണാണെങ്കിൽ പെന്റ് എന്ന് എഴുതണം. 6 എണ്ണാണെങ്കിൽ ഹെക്സ് എന്ന് എഴുതണം. അപ്പൊ ഈ വേർഡ് റൂട്ടുകൾ ഒരു 6 എണ്ണം വരെ എന്തായാലും പഠിക്കണം എല്ലാവരും കേട്ടോ. 6, 7, 8 ഒക്കെ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 6 എണ്ണം വരെ എല്ലാവരും ഇപ്പൊ ബൈഹാർട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട വേറെ കാര്യമാണ് ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതൊരു ബേസിക് തിങ് ആണ്, നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളതാ. അപ്പൊ അതൊന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഹൈഡ്രോ കാർബണെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ ടൈപ്പിനെ പറയും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. രണ്ടാമത്തെ എന്ത് പറയും? അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഹൈഡ്രോകാർബൺസിനെ we can classify them as saturated as well as unsaturated hydrocarbons. ഇനി എന്താ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് ആയിരിക്കും. കാർബൺ അവിടെ എന്തുണ്ടാവും? സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസിനെ പാലിക്കുന്ന ഫാമിലിനെ പറയുന്ന പേരാണ് ആൽക്കെയിൻസ് എന്നാണ് നമ്മൾ അതിനെ പറയാം, ആൽക്കെയിൻസ്. ഓക്കെ, ഇനി അൺസാച്ചുറേറ്റഡ് വരുമ്പോ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡബിൾ ബോണ്ട് സി വരുന്നത്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് എന്തായി? അത് അൺസാച്ചുറേറ്റഡ് ആയി. ഓക്കെ, ഇനി ട്രിപ്പിൾ ബോണ്ടും വരാം. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് ഉള്ളത്. ഓക്കെ, ഡബിൾ ബോണ്ടഡ് ഫാമിലിനെ എന്ത് പറയും നമ്മള്? ആൽക്കീൻസ് എന്ന് പറയും. ട്രിപ്പിൾ ബോണ്ടഡ് ഫാമിലി നമ്മൾ എന്ത് പറയും? ആൽക്കൈൻസ് എന്ന് പറയും. Okay, you understand? Hydrocarbons, we can classify them into saturated as well as unsaturated hydrocarbons. Saturated hydrocarbons contains only single bond between carbon. Carbon തമ്മിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആ ഫാമിലിനെ പറയുന്ന പേരാണ് എന്ത്? We call it as alkenes. What about unsaturated? Unsaturated can be double bond or triple bond. Double bond എന്ന് പറയുമ്പോൾ അത് alkenes ആണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ആൽക്കൈൻസ് ആണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഫ്ലോ ചാർട്ട് നോട്ടിൽ ആദ്യം തന്നെ വരച്ചു വെക്കുക, വേർഡ് റൂട്ടുകൾ എഴുതി വെക്കുക. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് പോവാൻ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? നമ്മൾ എഴുതി 5 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ വേർഡ് റൂട്ട്? 5 കാർബൺ ആറ്റം ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താ ടീച്ചർ പറഞ്ഞേ? യെസ്, 5 കാർബണേറ്റ് ആണെങ്കിൽ പെന്റ് എന്നാണ് വേർഡ് റൂട്ട്. അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം, പെന്റ്. ഇനി നിങ്ങൾ നോക്കിയേ, ഈസ് ഇറ്റ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്? എല്ലാം എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട് ആണ് അല്ലേ? എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇത് എന്ത് തരാണ്? ദിസ് ഈസ് സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് ആണ് അല്ലേ? സാച്ചുറേറ്റഡിന് പറയുന്ന കോമൺ പേരെന്താ? ആൽക്കെയിൻ അല്ലേ? ആൽക്കെയിൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആൽക്കെയിൻസിന് പേരിടുമ്പോൾ നമ്മൾ അവസാനം സഫിക്സ് എന്താ ചേർക്ക? വി ഹാവ് ടു ആഡ് എയിൻ എന്ന് ചേർക്കാം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ആൽക്കീൻ ആണെങ്കിൽ എന്ത് ചേർക്കണം? ഈൻ എന്ന് ചേർക്കണം. ആൽക്കൈൻ ആണെങ്കിലോ ഐൻ എന്ന് ചേർക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് എന്താ? ഒരു IUPAC നെയും പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും 5 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ്. സോ ദിസ് ഈസ് പെന്റെയിൻ. അത് പെന്റെയിൻ ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഹൈഡ്രോകാർബൺ നോക്കി, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? നമ്മൾ മോളിക്കുലർ ഫോർമുല ആദ്യമേ എഴുതി അല്ലെ? മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് 2 ഹൈഡ്രോകാർബൺ സെയിം ആണ് അല്ലേ? C5H12 ആണ്. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചർ? ഒരെണ്ണം സ്ട്രേറ്റ് ആണ്, ഒരെണ്ണം സ്ട്രേറ്റ് ചെയിൻ ആണ്. ഒന്നാമത്തെ ഹൈഡ്രോകാർബൺ സ്ട്രേറ്റ് ചെയിൻ ആണ്. 5 കാർബൺ ആറ്റംസ് ആർ ഇൻ സ്ട്രേറ്റ്. രണ്ടാമത്തേലാണെങ്കിൽ ഒരു കാർബൺ ആറ്റം ബ്രാഞ്ചിലാണ് വന്നേക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചറിലെ വ്യത്യാസം. ഇനി വേറൊരു ഹൈഡ്രോകാർബൺ ഇവിടെ തന്നിട്ടുണ്ട് ടെക്സ്റ്റില്. നിങ്ങളോട് പറഞ്ഞേക്കാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കിയേ. ഇതും എന്ത് തന്നെയാ? C5H12 തന്നെയല്ലേ? അതേലോ? യെസ്. അപ്പൊ ഇതും എന്ത് തന്നെയാ? സെയിം മോളിക്കുലർ ഫോർമുല ആണ്. പക്ഷെ അവരുടെ സ്ട്രക്ചർ
വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായേ? 3 ഹൈഡ്രോ കാർബൺ നമ്മുടെ കയ്യിലുണ്ട്. 3ന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷേ സ്ട്രക്ചർ എല്ലാത്തിന്റെയും വ്യത്യാസമുണ്ട്. ഒരെണ്ണം നേരെയാണ്. രണ്ടാമത്തേതിൽ എന്താ കണ്ടേ? ഒരു ബ്രാഞ്ച് വന്നു. മൂന്നാമത്തേൽ എന്താ കണ്ടേ? 2 ബ്രാഞ്ച് വന്നേക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി? കാർബൺ ആറ്റത്തിന് എന്തിനുള്ള കഴിവുണ്ട്? ബ്രാഞ്ചഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതല്ലേ നമുക്ക് മനസ്സിലായത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ആണ്. അപ്പൊ നോമൻക്ലേച്ചർ നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്. ഒരു ബ്രാഞ്ച് വരുന്നത്, 2 ബ്രാഞ്ച് വരുന്നത്, ഓക്കെ, ഡബിൾ ബോണ്ട് വരുന്നത്, ട്രിപ്പിൾ ബോണ്ട് വരുന്നത്, അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്നത് അപ്പ പഠിച്ചു പോയാല് നിങ്ങൾക്ക് പിന്നെ എല്ലാം കൂടി പിന്നെ നമ്മൾ ഒറ്റയടിക്ക് പരീക്ഷയ്ക്ക് ഒരെണ്ണുള്ളത് അങ്ങനെയല്ലല്ലോ. പരീക്ഷ എക്സാം വരുമ്പോ എങ്ങനെ വരും? ഒരുമിച്ച് വരും. അപ്പൊ അപ്പാപ്പ എടുക്കുന്നത് അപ്പാപ്പ മനസ്സിലാക്കി പഠിച്ചാല് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോ എല്ലാം ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഈസ് എ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ വിത്ത് 1 ബ്രാഞ്ച്. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഒരെണ്ണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഹൈഡ്രോകാർബൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് അവരുടെ ടാസ്ക് എന്താ? നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താ? മെയിൻ ചെയിൻ കണ്ടുപിടിക്കും. മെയിൻ ആയിട്ടുള്ള ചെയിൻ. ഇനി മെയിൻ ചെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും കൂടുതൽ ഹൈഡ്രോകാർബൺ ഉള്ളതാണ്, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ളതാണ് നമ്മുടെ മെയിൻ ചെയിൻ. എന്താ നമ്മുടെ മെയിൻ ചെയിൻ? മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളതായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ. ബാക്കി പിന്നെ അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? ബ്രാഞ്ച് കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ നമ്പർ ചെയ്യണം. ഓക്കെ, ബ്രാഞ്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ നമ്പർ ചെയ്യാം. ഓക്കെ, നമ്പർ ചെയ്തിട്ട് ബ്രാഞ്ചിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. ബ്രാഞ്ച് പൊസിഷൻ നമുക്ക് വഴിയെ ചെയ്യാം. ഒന്നാമത്തെ കേസ് എടുക്കാം. ഓൾറെഡി ഇവിടെ തന്നേക്കുന്ന ഹൈഡ്രോകാർബൺ തന്നെയാണ്. ലോങ്സ്റ്റ് നിങ്ങൾ ഒരു അറ്റത്ത് നിന്ന് അടുത്ത അറ്റത്ത് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ചെയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. 1 2 3 4 4 ഉണ്ട് ഇവിടെ. ഇനി 1 2 താഴോട്ട് വരാണെങ്കിൽ 3 ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത് വേണ്ട. 3 ഉള്ളതല്ലല്ലോ. ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ 4 ഉള്ളതായിരിക്കും. അപ്പൊ 1 2 3 4 ഇങ്ങനെ വന്നു. തിരിച്ചു വേണേൽ നിങ്ങൾക്ക് ഇങ്ങനെ പോവാം. 1 2 3 4 അപ്പോഴും 4 തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ നമ്പർ ഇടും. എങ്ങനെ നമ്പർ ഇടണം? എങ്ങനെ തീരുമാനിക്കും? നമ്മുടെ ബ്രാഞ്ച് ഏതാ? ഇതാണ് മെയിൻ ചെയിൻ എങ്കിൽ നമ്മുടെ ഇതല്ലേ ബ്രാഞ്ച്. നമ്മൾ ബ്രാഞ്ച് കണ്ടുപിടിച്ചു. ഇനി എന്താ ശ്രദ്ധിക്കണ്ടേ? ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നത് എവിടെ നിന്ന് എങ്ങോട്ട് നമ്പർ ഇടുമ്പോഴാണ് നോക്കണം. ഓക്കെ, ബ്രാഞ്ചിന് എന്ത് നമ്പർ കിട്ടണം? സ്മോൾ നമ്പർ കിട്ടണം. ഓക്കെ, നമ്മുടെ ബ്രാഞ്ചിന് സ്മോൾ നമ്പർ കിട്ടുന്നത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴല്ലേ 2 ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ 3 ആണ് കിട്ടുന്നത്. അപ്പൊ ഏതാ കറക്റ്റ് നമ്പറിങ്? ടീച്ചർ മുകളിൽ ഇട്ടേക്കുന്നതാണ് കറക്റ്റ് നമ്പറിങ് എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ റൂൾ പറയുന്നത്. നമ്പറിങ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് carbon atoms carrying branch gets its lowest number. ബ്രാഞ്ചിന് എന്ത് കിട്ടണം? ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ അത് ഏതാ ശരി? ഇതിൽ രണ്ടിൽ ഏതാ ശരി എന്നൊന്ന് ആലോചിച്ച് പറഞ്ഞ എല്ലാവരും. 4 ഉണ്ട്. ഇങ്ങനെ തുടങ്ങുമ്പോ ഇതിന് 3 ആണ് കിട്ടണേ ബ്രാഞ്ചിന്. ഇവിടെ തുടങ്ങുമ്പോ 2 ആണ് കിട്ടണേ. അപ്പൊ എല്ലാവരും പറഞ്ഞേ ഇതിൽ ഏതാ കറക്റ്റ്? വിച്ച് വൺ ഈസ് കറക്റ്റ്? ചെറിയ നമ്പർ കിട്ടുന്നത് ഇപ്പുറത്താണ്. അപ്പൊ ഇതാണ് കറക്റ്റ്. ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നത് ഇവിടെയാണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ബ്രാഞ്ച് കണ്ടുപിടിച്ചു. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു, ബ്രാഞ്ച് കണ്ടുപിടിച്ചു, ബ്രാഞ്ചിന് ചെറിയ നമ്പർ ഇടണ രീതിയിൽ നമ്പറും ചെയ്തു. അടുത്തത് എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ബ്രാഞ്ചിന് പേരിടണം അല്ലെ. അപ്പൊ നമ്മൾ ഏതാണോ ബ്രാഞ്ച്, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രാഞ്ചിന് പേരിടുമ്പോ ഒരു കാർബൺ ഉള്ള ആളുടെ പേരെന്താ? CH4ന്റെ പേരെന്താ? ഒരു കാർബൺ ഉള്ള ഹൈഡ്രോകാർബൺ ആണിത്. ഇതിന്റെ പേര് മീഥൈൻ എന്നാണ് അല്ലെ. മീഥൈനിലെ ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഒരു ഹൈഡ്രജനെ ടീച്ചർ എടുത്ത് മാറ്റി. ഓക്കെ, എന്നിട്ട് വരുന്ന സംഭവമാണ് കണ്ടോ CH3. ഇതൊരു ബ്രാഞ്ചാണ്. ഇനി വേറൊരെണ്ണം CH3 ഇതൊരു ഈഥെയിൻ ആണ്, നമ്മുടെ ഈഥെയിൻ. ഇതിന് ഞാൻ ഒരു ഹൈഡ്രജൻ എടുത്ത് മാറ്റാണ്. അപ്പൊ CH3
CH2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കാട്ടെ, ഇത് മീഥേൻ ആയതുകൊണ്ട് ഇതിന്റെ ബ്രാഞ്ചാ, ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച്. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ചിന്റെ പേരാണ് മീഥൈൽ. ഇത് 2 കാർബൺ ഉള്ള ബ്രാഞ്ചിന്റെ പേര് അപ്പൊ നമ്മൾ എങ്ങനെ ഇടും? എത്തുന്നല്ലേ അതിന്റെ വേർഡ് റൂട്ട്, അതിന്റെ കൂടെ എന്ത് ചേർക്കാം? YL, ഒരു വാലും കൂടി ചേർക്കണം. ആ വാലാണ് എന്ത്? YL, അതാണ് നമ്മുടെ വാല്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഏതായിക്കോട്ടെ, എത്ര കാർബൺ ആയിക്കോട്ടെ, നമ്മൾ മൊത്തത്തിൽ എങ്ങനെ പേരിടണം? ആൽക്കൈൽ എന്ന് വേണം പേരിടാൻ. അപ്പൊ എങ്ങനെ വരും? മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ എന്നൊക്കെ വരും കേട്ടോ. മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ എന്നൊക്കെ ഇതിന്റെ ബ്രാഞ്ചുകളുടെ പേര് വരും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ബ്രാഞ്ച്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ആൽക്കൈൽ, ഏത് ഗ്രൂപ്പ്? ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് ബ്രാഞ്ചിൽ നിന്ന് കണ്ടുപിടിക്കുക. അതിന്റെ വേർഡ് റൂട്ട് ഏതാ? എന്നിട്ട് അതിന്റെ കൂടെ ഒരു വാലും കൂടി ഇട്ട് കൊടുക്കുക. ആ വാല് ഏതാ? YL വാല്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പേരിടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണ്ടേ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ പറയണം. ബ്രാഞ്ച് ഏത് കാർബണിലാന്ന് അറിയണ്ടേ? ബ്രാഞ്ചിന്റെ പൊസിഷൻ പറഞ്ഞ് പിന്നെ നമ്മൾ ഹൈഫൻ ഇടണം. ഹൈഫൻ, ഹൈഫൻ പറയില്ലേ? ഇതാണ് ഹൈഫൻ. അതിങ്ങനെ ബ്രാഞ്ചിന്റെ പേര് എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ വേർഡ് റൂട്ട് ഏതാ? സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കേൻ ആണെങ്കിൽ ഈൻ, ആൽക്കേൻ ആണെങ്കിൽ ഈൻ, അങ്ങനെ വരുന്ന സഫിക്സും കൂടി എഴുതാ. പേര് കിട്ടി. അപ്പൊ നമുക്കിനി ഓരോന്ന് കോമ്പൗണ്ട്സ് എടുത്തിട്ട് കുറച്ച് പേരിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ പേരിടാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു വരുന്നതിന് പകരം ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദ മെയിൻ ചെയിൻ, വാട്ട് ഈസ് ദ ബ്രാഞ്ച് പൊസിഷൻ, വാട്ട് ഈസ് ദ വേർഡ് റൂട്ട്, അങ്ങനെ ABCD എന്ന് പറഞ്ഞായിരിക്കും ചോദ്യം വരാം. അങ്ങനെ മൊത്തം ABCDE എത്തുമ്പോൾ നിങ്ങൾ അത് IUPAC നെയിം എഴുതാൻ റെഡി ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ എക്സാം പാറ്റേൺ. ഓക്കെ, നമുക്ക് ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഹൈഡ്രോ കാർബൺ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഹൈഡ്രോ കാർബണിന്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. അപ്പൊ മെയിൻ ചെയിനുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റം കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിച്ചേ, നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5. ഓക്കെ, ഇനി ഞാൻ 4ൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് വന്നാലും ഇവിടെ 5 വരും. ഓക്കെ, പിന്നെ എങ്ങനെ നമ്പർ ഇടാം? എനിക്ക് ഇവിടെ നിന്ന് ഇടാം 1 2 3 4 5. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, 5ൽ കൂടുതൽ എന്തായാലും വരുന്നില്ല, ഇല്ലല്ലോ. അപ്പൊ മെയിൻ കാർബൺ ആറ്റത്തിന്റെ എത്ര കാർബൺ ആറ്റം ഉണ്ടോ മെയിൻ ചെയിനില്? 5. അതിന് ഡൗട്ട് ഒന്നും വേണ്ട. ഇനി വേർഡ് റൂട്ട്, 5 എണ്ണം വന്ന വേർഡ് റൂട്ട് പെട്ടെന്ന് എഴുതിക്കോ. എന്താ? പെന്റ്. യെസ്, വെരി ഗുഡ്. സഫിക്സ് എന്താ? സഫിക്സ് എന്താന്ന് അറിയാൻ ഇവിടെ എല്ലാം ഡബിൾ ബോണ്ട് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതൊരു ആൽക്കേൻ ആണ്. ആൽക്കേൻ ആണെങ്കിൽ സഫിക്സ് എന്താ എഴുതാ? എൻ എഴുതാ. ഇനി നമ്മുടെ നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം അല്ലെ? അപ്പൊ ഇവിടുന്ന് നമ്പർ ഇട്ടാ പറ്റുമോ? 4 5. 4 കിട്ടുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഇപ്പുറത്ത് നോക്കാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. 1 2 3 4 5. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ 2 മതി, തീരുമാനിച്ചു, ഉറപ്പിച്ചു. ചെറിയ നമ്പർ കിട്ടിയത് 2 ആണ്. സോ നെയിം, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ ബ്രാഞ്ചിൽ. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ അതിന്റെ വാലെന്താ? മീഥൈലിടാം. പൊസിഷൻ എത്ര കിട്ടി? 2ാമത്തെ പൊസിഷനിലാണ് ഇരിക്കണേ. അപ്പൊ 2. അപ്പൊ എല്ലാ ക്വസ്റ്റിനും ആൻസർ കിട്ടി. ഞാൻ UPSC നെയിം എഴുതിക്കോ. 2 മീഥൈൽ പെന്റെയിൻ. ക്ലിയർ ആയോ? 2 മീഥൈൽ പെന്റെയിൻ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി എല്ലാവരും ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച്. ആദ്യത്തെ 2 നല്ല എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന എനിക്കറിയാം. മറ്റേത് എളുപ്പമല്ല എന്നാ പറഞ്ഞേ. നിങ്ങൾ ഫസ്റ്റ് ഇത് 2 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആവും. നമുക്ക് നോക്കാം. നമ്പർ ഇട്ടോ. 1 2 3 4 5 6 നമ്പർ ഇട്ടു. ഇപ്പുറത്തുനിന്ന് നമ്പർ ഇട്ടാല് നമുക്ക് 5 കിട്ടും. അപ്പൊ ഇത് മതി അല്ലേ? ഉറപ്പിച്ചു. 6 എണ്ണം. നെയിം ഓഫ് ദ ബ്രാഞ്ച്, ബ്രാഞ്ചിന് മീഥൈൽ ബ്രാഞ്ച് ആണല്ലോ. ഓക്കെ, പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് സെക്കൻഡ് പൊസിഷൻ. സോ റൈറ്റ് ഡൗൺ ഇറ്റ്സ് നെയിം 2 മീഥൈൽ. 6 കാർബൺ ആയിട്ട് വരുമ്പോ ഹെക്സ് അല്ലേ? ഹെക്സെയിൻ. ഓക്കെ, അടുത്തത് നമ്പർ ഇട്ടോ. 1 2 3 4. ഇങ്ങനെ ഇടുമ്പോ 4 ആണ്. 1 2. അപ്പൊ 2 വരുന്നുണ്ട്. അപ്പൊ ഏതാ കറക്റ്റ്? റൈറ്റ് സൈഡിൽ നിന്ന് ഇടുന്നതാണ് കറക്റ്റ്. ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതാണ് കറക്റ്റ്. അപ്പൊ എത്ര കാർബൺ ആയിട്ടുണ്ട്? 4. ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ചിന് വലിയ വ്യത്യാസം ഒന്നുമില്ല, മീഥൈൽ തന്നെയാണ്. ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. സോ എങ്ങനെ പേരിടാം?
2-methyl butane. ഓക്കെ, 2-methyl butane എന്ന് വരും. അടുത്തത് നിങ്ങൾ കാണുമ്പോ പേടിക്കൊന്നും വേണ്ട. പേടിച്ചോ? എങ്ങനെ നമ്പർ ഇടാം? പല രീതിയിൽ നമ്പർ ഇട്ട് നോക്കണം കേട്ടോ. നോക്കാം. 1 2 3 4 5. ഓക്കെ, 5 നേരെ വന്നത്. ഓക്കെ, ഇപ്പുറത്തേക്ക് പോയാലും 5 തന്നെയാ കിട്ടുക അല്ലെ? ഇനി വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് ഇവിടെ നിന്നും തുടങ്ങിയാലോ? 1 2 3 4 5 6. 6 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു 6 ബ്രാഞ്ച്. ഓക്കെ, ഇനി 6 ഇങ്ങോട്ട് 1 2 3 4 ആയിരിക്കും ഈ ബ്രാഞ്ചിന് വരാം. അപ്പൊ ഇത് തന്നെയാണ് ടീച്ചർ ഇട്ടതാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രാഞ്ച് മീഥൈൽ തന്നെയാണ്. ഓക്കെ, ബ്രാഞ്ചിന്റെ പൊസിഷൻ ഇവിടെ 3 ആണ്. ഓക്കെ, അപ്പൊ പേരിട്ടോ 3-methyl ആറെണ്ണല്ലേ? സോ ഹെക്സേൻ. 3-methyl hexane കിട്ടിയോ? ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, നൗ അടുത്തത് നോക്കാം. അടുത്ത നമ്പർ ഇടാം നമുക്ക്. ഓക്കെ, എങ്ങനെ നമ്പർ ഇടാം? 1 2 3 4 5. 5. ഇനി 3 കഴിഞ്ഞ് ഇവിടെ നിന്ന് 4 5 ഇട്ടാലും 5 തന്നെയാണ്. 1 2 3 4 5. ഇങ്ങനെ നോക്കിയാലും 5 അപ്പൊ എങ്ങനെ നോക്കിയാലും 5 എങ്ങനെ നോക്കിയാലും 3 തന്നെയാ ബ്രാഞ്ചും വരുന്നത് അല്ലെ? അപ്പൊ പിന്നെ നേരെ തന്നെ എടുത്തുതരാം. 5 കാർബൺ. പക്ഷെ ഇവിടെ ബ്രാഞ്ച് 2 ഉണ്ട്. 2 കാർബൺ ഉള്ള ബ്രാഞ്ച് ആകുമ്പോ ആ ബ്രാഞ്ചിന് എങ്ങനെ പേരിടും? ഈഥൈൽ എന്ന് പേരിടും. ബ്രാഞ്ചിന്റെ പൊസിഷൻ 3. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3-ethyl pentane. 3-ethyl pentane എന്ന് പേരിടും. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റം വരെ പോകുമ്പോ, ഏത് അറ്റം വേണമെങ്കിലും ആവട്ടോ, പോകുമ്പോ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ഉള്ളത് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, 1 2 3 4 5 ഇങ്ങനെ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് 5 തന്നെയാ കിട്ടുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്താലും 5, ഇങ്ങനെ സെലക്ട് ചെയ്താലും ഇതിൽ 5 കിട്ടുന്നത്. അപ്പൊ 5 സെലക്ട് ചെയ്തിട്ട് ബ്രാഞ്ചിന് ഇങ്ങനെ നോക്കിയാലും ഇവിടെ 3 തന്നെയാ വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നെയിമിങ്. ക്ലിയർ ആണോ? ഇതാണ് ഒറ്റ ബ്രാഞ്ച് വരുമ്പോഴുള്ള നെയിമിങ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ഹാവ് വാച്ച് ദ വീഡിയോ വെരി വെൽ. ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ. അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ പല പോയിന്റ്സും മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കേസാണ് ഒരു ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ബ്രാഞ്ച് വരുമ്പോ എങ്ങനെയുള്ളതെന്നാണ്. മോർ ദാൻ 1 ബ്രാഞ്ച് വരുമ്പോൾ. അപ്പൊ ഒരു ബ്രാഞ്ച് വരുന്നത് ക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ ബ്രാഞ്ച് വരുന്നത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് കോമ്പൗണ്ട്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനം ലെറ്റസ് ആസസ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ലെറ്റസ് ആസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതില്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ ആറ്റം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം എങ്ങനെ ഇട്ട് കൊടുക്കാം? കാർബണിന് ചുറ്റും എപ്പോഴും എത്ര ബോണ്ട് വേണം? 4 ബോണ്ട് വേണം. കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് കാർബണിന് ചുറ്റും എപ്പോഴും 4 ബോണ്ട് വേണം. അത് ഓർക്കാം. ഓൾറെഡി ഈ കാർബൺ എടുത്തിട്ട് കാണിച്ചിട്ട് ബാക്കി നിങ്ങൾ ചെയ്യണേ. ഈ കാർബണ് ഒരു ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി എത്ര ഹൈഡ്രജൻ നമുക്ക് കൊടുക്കണം? ഹൈഡ്രജൻ 1 2 3 3 ഹൈഡ്രജൻ കൊടുക്കണം അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. അപ്പോ ബാക്കി എന്ത് ചെയ്യാ? ഈ കാർബൺ, ഈ താഴെ ഇരിക്കുന്ന കാർബൺ എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? മോളിക്കുലർ ഫോമിൽ എഴുതാം. മോളിക്കുലർ ഫോമിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഹൈഡ്രജനും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എത്ര വേണം? ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ. സോ ഇവിടെ 3 ഹൈഡ്രജൻ വേണം. ഈ കാർബണിന്റെ കേസിൽ ഓൾറെഡി 2 ബോണ്ട് ഉണ്ട്. സോ എത്ര ഹൈഡ്രജൻ വേണം? 2 മതി. ഇവിടെ ആണെങ്കിലോ 1 2 3 ബോണ്ട് ഓൾറെഡി ഉണ്ട് ഈ കാർബൺ. അപ്പൊ 1 ഹൈഡ്രജൻ മതി. ഇവിടെ 3 ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ ഹൈഡ്രജൻസ് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി മോളിക്കുലർ ഫോമിൽ എഴുതിക്കോ. കൂട്ടി എഴുതാം. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺസ്. ഓക്കെ, ഹൗ മെനി ഹൈഡ്രജൻ? 3 4 5 6 7 8 9 10 11 12. ഇവിടെ നമ്മൾ ഇട്ടില്ല. 13 14. ഓക്കെ, H14 എന്ന് കിട്ടും. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ? ഇനി അത് മാച്ച് കളയാണ്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ചോദ്യം. മെയിൻ ചെയിൻ നോക്കി എങ്ങനെ എടുക്കണേ നോക്കി. 1 2 3 4 5. ഓക്കെ ആണോ? ഓക്കെ, വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നേരെ പോയാൽ 4 എണ്ണത്തിൽ എത്തുള്ളൂ. അതാണ് ഞാൻ താഴേക്ക് വന്നേ. 5 എണ്ണമായി. അപ്പൊ 5 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എടുത്താലും ബ്രാഞ്ചിന് 3 തന്നെയാ വരുന്നത്. അപ്പൊ ബ്രാഞ്ച് 3 3-methyl എല്ലാ സിംഗിൾ ബോണ്ട് ആണ്. 5 കാർബൺ ആറ്റം ഉണ്ട്. സോ ദിസ് ഈസ് പെന്റേൻ.
പെൻറ്റെയിൻ എന്ന് വരും. ക്ലിയർ? ഹോപ്പ് യു എൻജോയ്ഡ്, റൈറ്റ്? യെസ്. അപ്പൊ ഇത് നമ്പർ ഇടണം, അതാണ് നമ്മുടെ ടാസ്ക് ഫസ്റ്റ്. ഓക്കെ, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കാം. മെയിൻ ചെയിൻ കണ്ടുപിടിക്കാം. 1 2 3 4 5 6. ഓക്കെ, എങ്ങനെ വന്നാലും 6 ആണ് മെയിൻ. ഓക്കെ, ഇനി തിരിച്ചിട്ട് നോക്കാം. 1 2 3 4 5 6. ഓക്കെ, ഇനി ബ്രാഞ്ചിന്റെ ഏതാ നോക്കാം. ബ്രാഞ്ച് വരുന്നത് മുകളിലാണെങ്കിൽ ഇങ്ങനെ പോവാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 4ഉം റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 3ഉം. അപ്പൊ ഏതെടുക്കാം നമുക്ക്? കറക്റ്റ് ഏതാ? നമ്മൾ താഴെ ഇട്ടേക്കുന്നതാണ് കറക്റ്റ്. സോ ബ്രാഞ്ചിന് എന്ത് നമ്പർ കിട്ടണം? ചെറിയ നമ്പർ കിട്ടണം. ഓക്കെ, അപ്പൊ പേരിട്ടോ. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല. ബ്രാഞ്ചിന്റെ പൊസിഷൻ 3 ഹൈഫൺ ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തത് ബ്രാഞ്ചിന്റെ പേര് ഒറ്റ കാർബൺ ഉള്ള ബ്രാഞ്ചാണ്. സോ മേത്ത് എന്ന് എഴുതിയിട്ട് അതിനൊരു വാലിട്ട് കൊടുക്കുക. നമ്മുടെ വാല് ആരായിരുന്നു? മീഥൈൽ വാല് അല്ലെ? വയ്യലാണ് നമ്മുടെ വാല്. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? 6 കാർബൺ ആറ്റം ആണ്. 6 കാർബൺ ആറ്റം ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്താ? ഹെക്സ്. ഇതിൽ ഡബിൾ ബോണ്ട് ഒന്നുമില്ല, ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്. സോ ഹെക്സീൻ. 3 methyl hexane. എത്ര പേര് കറക്റ്റ് ആക്കി? ഓക്കെ, നല്ല കുട്ടികൾ. ഓക്കെ, യെസ്. അപ്പൊ ഇത് ക്ലിയർ ആയി. ഇനി നമുക്ക് 2 എണ്ണം വരുമ്പോ എങ്ങനെയാണ് നമ്മുടെ ബ്രാഞ്ച്, 2 ബ്രാഞ്ചുകൾ വരുമ്പോ എങ്ങനെ നമ്മൾ പേരിടും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അടുത്തത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ഇഫ് മോർ ദാൻ 1 ബ്രാഞ്ച് ഈസ് പ്രസന്റ്, സാധാരണ പോലെ തന്നെ നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. ആൻഡ് നമ്പർ ദ കാർബൺ ആറ്റം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് in such a way that carbon atoms with branches gets the lowest position number. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ബ്രാഞ്ചസ് 2 3 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും അല്ലെ? 2 3 ബ്രാഞ്ചസ് ഉണ്ടാവുമ്പോ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന സൈഡിൽ നിന്ന് വേണം നമ്മൾ നമ്പർ ഇടാം. അത്രയും കാര്യം നമ്മൾ നേരത്തെ പോലെ തന്നെ. ഓക്കെ, നോക്കാം. ഇവിടെ നോക്കിയേ, മുകളിലെ നമ്പർ കൊടുത്തേണം. നോക്കിയേ, 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിനില്. ഓക്കെ, അതിന്റെ പൊസിഷൻ, ബ്രാഞ്ചിന്റെ പൊസിഷൻ വന്നേക്കുന്നത് 2ഉം 4ഉം ആണ്. താഴേന്ന് വരുമ്പോ അത് എന്തായിട്ട് വരും? 3ഉം 5ഉം ആയിട്ട് വരും. അത് ഏതാ ചെറുത്? 2ഉം 4ഉം ആണോ 3ഉം 5ഉം ആണോ ചെറുത്? യെസ്, 2 അല്ലേ ചെറുത്. അപ്പൊ ഏതാണ് കറക്റ്റ്? ഇങ്ങനെയുള്ളത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടേക്കുന്നതാണ് കറക്റ്റ്. ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. ഓക്കെ, ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ 2, സെക്കൻഡ് ബ്രാഞ്ചിന്റെ പൊസിഷൻ 4. അപ്പൊ ബ്രാഞ്ചുകളുടെ പൊസിഷൻ ഫസ്റ്റ് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, പൊസിഷൻ കണ്ടുപിടിച്ച് വെച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ കാർബൺ ചെയിൻ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? സെയിം ബ്രാഞ്ച്. ഇത് ഏത് ബ്രാഞ്ചാ? ഇത് മീഥൈൽ ബ്രാഞ്ച് അല്ലേ? മീഥൈൽ ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ എത്ര മീഥൈൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ? എത്ര മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്? 2 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ 2 3 4 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ കൂട്ടത്തില്, അതായത് മീഥൈലിന്റെ തൊട്ടു മുന്നായിട്ട് ഒരു പ്രിഫിക്സ് ചേർക്കണം. ഓക്കെ, 2 എണ്ണാണെങ്കിൽ ഡൈ ചേർക്കണം, 3 എണ്ണാണെങ്കിൽ ട്രൈ ചേർക്കണം, 4 എണ്ണാണെങ്കിൽ ടെട്രാന്ന് ചേർക്കണം. ഓക്കെ, ഇപ്പൊ 4 ബ്രാഞ്ച് ഉണ്ടെങ്കിലോ, 4 മീഥൈൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ടെട്രാന്ന് ചേർക്കണം. ക്ലിയർ ആയോ? അപ്പോ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഒരേപോലത്തെ വരാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടോ ആ നമ്പർ അനുസരിച്ച് എന്ത് ചേർക്കാം? 2 എണ്ണാണെങ്കിൽ ഡൈ, 3 എണ്ണാണെങ്കിൽ ട്രൈ, 4 എണ്ണാണെങ്കിൽ ടെട്രാന്ന് ചേർക്കണം. ഓക്കെ, പൊസിഷൻ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കണം, കോമ ഇട്ട് നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ, നോക്കി നിങ്ങള്, ഇവിടെ 2ഉം 4ഉം ആണ് നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ. നമ്മൾ എന്ത് ചെയ്യണം? 2, 4 എന്നിടണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഹൈഫൺ, പൊസിഷൻ ഇട്ട് കഴിഞ്ഞ സാധനം എന്താ ചെയ്യാറ്? ഹൈഫൺ ഇട്ടു. ഇവിടെ 2 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ എഴുതുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ പേരിന് മുന്നേ എന്ത് ചേർക്കണം? ഡൈ എന്ന് ചേർക്കണം. ഡൈമീഥൈൽ. ബാക്കി ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ഹെക്സ് എന്ന് വരും വേർഡ് റൂട്ട്, ആൻഡ് സഫിക്സ് എന്ത് വരും? എ എന്ന് വരും. ക്ലിയർ ആയോ? ഇതിന്റെ പേര് ടീച്ചർ ഇട്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കി, നമ്പർ കാർബൺ ആറ്റം ഏതാ കറക്റ്റ് എന്ന് പറഞ്ഞേ? 1 2 3 4 5 6 7. 1 2 3 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോ 7 ആണ്. അപ്പോ മൊത്തം 7 ഉണ്ട് മെയിൻ ചെയിനിൽ. ഓക്കെ, ബ്രാഞ്ചുകളുടെ നമ്പർ ഇട്ടു. ബ്രാഞ്ചുകൾ ഏതാ കറക്റ്റ്? ഏത് സൈഡിൽ നിന്നുള്ളതാ കറക്റ്റ്? ഏതാ? 2 ബ്രാഞ്ചാ ഉള്ളേ, ഇതും ഇതും. ഏത് സൈഡിൽ നിന്ന് വേണം നമ്മൾ ഇടാൻ? ഈ സൈഡിൽ നിന്ന്. കാരണം എന്താ? ഇവിടെ ബ്രാഞ്ചിന് കുറഞ്ഞ നമ്പർ കിട്ടുന്നത് ഈ സൈഡിൽ നിന്ന് ഇടുമ്പോഴാണ്.
ഓക്കെ, ബ്രാഞ്ചിന്റെ പേരെന്താ? അവിടെ ഒരു കാർബണുള്ള ബ്രാഞ്ചാണ് മീഥൈൽ ബ്രാഞ്ച്. എത്ര ബ്രാഞ്ച് ഉണ്ട്? ഹൗ മെനി ബ്രാഞ്ചസ് ആർ ദർ? ദർ ആർ 2 ബ്രാഞ്ചസ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വരുമ്പോ ബ്രാഞ്ചിന്റെ പൊസിഷൻ 3ആണ്, ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ. ഓക്കെ, ഇനി റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പോകുമ്പോ നമ്മൾ പറഞ്ഞു 2ആണ് പൊസിഷൻ. അപ്പൊ ഏതാ കറക്റ്റ്? റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് പോണത്. ഓക്കെ, ഇനി നമുക്ക് പേരിടാം. അപ്പൊ പൊസിഷൻസ് എഴുതിക്കോ. 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 2,5 ഹൈഫൻ. അപ്പൊ 2 എണ്ണം ഒരേപോലത്തെ ആയതുകൊണ്ട് ഡൈ എന്ന് കൊടുക്കണം, ഡൈ. ഇനി നമ്മുടെ പേര് മീഥൈൽ. മീഥൈൽ 7 എണ്ണം വരുമ്പോ വേർഡ് റൂട്ട് എന്താ വരാ? ഹെപ്റ്റൈൻ വരും. 7 എണ്ണം വരുമ്പോ വേർഡ് റൂട്ട് എന്താ? ഹെപ്റ്റാണ്, ഹെപ്റ്റ്. അപ്പൊ മിത്ത്, ഈത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. ഹെക്സ് കഴിഞ്ഞ എന്താ? ഹെപ്റ്റ്. 8ാമത്തെ ഒക്ട്. ഒക്ട് അത്രയും വരെ പഠിക്കണം കേട്ടോ. ഹെപ്റ്റ് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് പേരിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ ബിലോ റൈറ്റ് ദ UPC നെയിം. ചെയ്തോ? എല്ലാവരും ഒന്ന് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്തേ. ടീച്ചർ നോക്കട്ടെ എല്ലാവരും ശരിയാണോ എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ 2 സ്ഥലത്തിലും ടീച്ചർ നമ്പർ ഇടാം, ഏതാ കറക്റ്റ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. 1 2 3 4 5. ഓക്കെ, ഇനി ഇവിടെ തുടങ്ങാം. 1 2 3 4 5. ഇനി പറഞ്ഞേ, ഇതേതാ കറക്റ്റ്? രണ്ടും സെയിം ആണല്ലേ? അല്ലെ, 2ലും 4ലും ആണ്. ഇങ്ങോട്ട് ഇട്ടാലും എന്താ, അതിന്റെ പൊസിഷന് വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ ഏതെടുത്താലും ഈ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് പേരിടാം. 2,4. 2ലും 4ലും ആണ്. ഹൈഫൺ ഇട്ടു. 2 എണ്ണം ഒരേപോലത്തെ ബ്രാഞ്ച് ആണ്. സോ ഡൈ. മീഥൈൽ ബ്രാഞ്ച് ആണ്. മീഥൈൽ. 5 കാർബൺ ഉണ്ട്. സോ ദ വേർഡ് റൂട്ട് ഈസ് പെന്റ്. ആൻഡ് ദിസ് ഈസ് ആൽക്കെയിൻ. സോ എയിൻ. എല്ലാവരും ശരിയാക്കിയല്ലോ അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ഇനി നമുക്ക് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഈസ് നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. If the carbon atoms containing the first branch gets the same position number when numbered from either side, then the numbering should be done in such a way that carbon atom containing second branch gets a lower position number. അപ്പൊ ഇവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നു. ഇത് നമ്പർ ഇട്ടേക്കണം നോക്കിയാൽ നിങ്ങള് 6 എണ്ണം ഉണ്ട്. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും 6 എണ്ണം. ഇനി ബ്രാഞ്ചുകൾ എത്ര എണ്ണം ഉണ്ട്? എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. 3 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് ലെഫ്റ്റിന്ന് ഇങ്ങനെ പോയി നോക്കാം. ലെഫ്റ്റിന്ന് തുടങ്ങിയപ്പോ ബ്രാഞ്ച്, ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാ? 2 ആയി. ഓക്കെ, ഇനി റൈറ്റിന്ന് നോക്കിയപ്പോഴോ ആദ്യത്തെ ബ്രാഞ്ച് ഇപ്പൊ തന്നെയാ 2ൽ തന്നെയാ. അപ്പൊ നമുക്ക് ഇത് ഏതെടുക്കുന്നു ഡൗട്ട് തോന്നും. ലോവസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതെടുക്കോ അതെടുക്കോ. അപ്പൊ നമ്മൾ അടുത്ത ബ്രാഞ്ച് നോക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ അടുത്ത ബ്രാഞ്ച് എവിടെയാ വരുന്നേ? 4ലാ വരുന്നേ അല്ലേ? 4ലല്ലേ വരുന്നേ അടുത്ത ബ്രാഞ്ച്? ഇങ്ങനെ പോകുമ്പോ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോകുമ്പോ. അപ്പൊ നമുക്ക് തിരിച്ചു നോക്കാം. റൈറ്റിന്ന് ഇങ്ങോട്ട് പോകുമ്പോ അപ്പൊ നീ അടുത്ത ബ്രാഞ്ച് എവിടെ വന്നേണേ? 3ലാണോ വന്നേക്കണേ? അപ്പൊ 4 ആണോ 3 ആണോ ചെറിയ നമ്പർ? യെസ്, 4 അല്ലല്ലോ, 3 അല്ലേ? ഓക്കെ, നിങ്ങൾ ആരോ 4 എന്ന് പറയാൻ വന്നു അല്ലേ? ഓക്കെ, 3 ആണ് ചെറിയ നമ്പർ. അപ്പൊ നമ്മൾ ഏത് നമ്പറിങ് വേണം എടുക്കാൻ? ഏത് വേണം എടുക്കാൻ? നമുക്ക് ഇതാണ് കറക്റ്റ്. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ എത്ര എണ്ണ? 6. നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ചുകൾ ഉണ്ട്? 3 ബ്രാഞ്ചസ്. നെയിം ഓഫ് ബ്രാഞ്ചസ് എല്ലാം ഒരേപോലത്തെ ബ്രാഞ്ച് ആയതുകൊണ്ട് അതിന്റെ പേര് എന്തായിരിക്കും? മിഥൈൽ ബ്രാഞ്ച്. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് while numbering from left to right. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോകുമ്പോ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാ? 2. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് while numbering from right to left. റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോ പൊസിഷൻ എത്രയാ? സെയിം പൊസിഷൻ ആണ് അല്ലേ? ഇനി സെക്കൻഡ് ബ്രാഞ്ച്, അപ്പൊ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഇനി എന്താ ചെയ്യാ? കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നമ്മൾ അടുത്ത ബ്രാഞ്ച് എടുക്കാം കേട്ടോ. ഓക്കെ, when does the second branch gets a lower number? സെക്കൻഡ് ബ്രാഞ്ചിന് ലോവർ നമ്പർ കിട്ടുന്ന എപ്പോഴാ? ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണോ റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണോ? അതെ, ഇങ്ങോട്ട് പോകുമ്പോ. സോ റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ നമുക്ക് ഇനി പേരിടാം. പൊസിഷൻസ് കോമിട്ട് എഴുതിക്കോ. 2, 3, 5 അല്ലേ? ഹൈഫൺ ഇട്ടോ.
മൂന്നെണ്ണം ഉണ്ട്. സോ ട്രൈ എന്ന് കൊടുക്കണം. ട്രൈ. മീഥൈൽ ആണ്. 6 എണ്ണം ഉണ്ട്. ഹെക്സെയിൻ. 2,3,5 ട്രൈ മീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എളുപ്പല്ലേ ഇപ്പോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാം. ഒന്നും കൂടിയും ശ്രദ്ധിക്കുക. രണ്ടിൽ കൂടുതൽ ബ്രാഞ്ച് വരുമ്പോഴാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. സോറി, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുന്ന നമ്മൾ പഠിക്കണേ. ഒരേപോലത്തെ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡൈ ട്രൈ നമ്പർ അനുസരിച്ച് കൊടുക്കണം. ഡൈ ട്രൈ ടെട്ര നോക്കി. ഇനി ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന തരത്തിൽ വേണം, സൈഡിൽ നിന്ന് വേണം നമ്പർ ചെയ്യാൻ. ഇനി രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന് സെയിം നമ്പർ കിട്ടുകയാണെങ്കിൽ അടുത്ത ബ്രാഞ്ചിന് എപ്പോഴാണ് ലോവസ്റ്റ് നമ്പർ കിട്ടണേന്ന് നോക്കണം. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് ഇനി ഇത് ചെയ്യാം. ഇതൊരു സിമ്പിൾ ആണ്. ചെയ്തോ, നമ്പർ ചെയ്തോ. 1 2 3. 3 ബ്രാഞ്ച്, 3 എണ്ണേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാലും 3 എണ്ണേ വരുള്ളൂ അല്ലെ? അത് നോക്കിക്കോട്ടാ. ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയാലും അതിൽ 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, മെയിൻ ചെയിനിൽ അപ്പൊ എത്ര എണ്ണം ഉണ്ട്? വേഗം എഴുതിക്കോ. 3. ഓക്കെ, എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 2 3 എന്നിട്ട് കഴിഞ്ഞാൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 2. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച്. നെയിം ഓഫ് ദ ബ്രാഞ്ചസ്. ഒരു കാർബണുള്ള ബ്രാഞ്ചുകളല്ലേ? അത് വേറെ വേറെ ബ്രാഞ്ചുകളാ. ഒരേപോലത്തെ ബ്രാഞ്ച് ഒരെണ്ണത്തിലല്ലേ അല്ലല്ലോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈഥൈൽ ബ്രാഞ്ച് എന്ന് പറയാം. ഇത് വേറെ വേറെ ബ്രാഞ്ച് അല്ലേ? അപ്പൊ നമ്മൾ ഇത് എന്ത് ബ്രാഞ്ച് തന്നെയാ? ദിസ് ഈസ് മീഥൈൽ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് രണ്ടാമത്തെ പൊസിഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതുമ്പോ രണ്ടാമത്തെ പൊസിഷനില് 2 ബ്രാഞ്ച് വന്നത് കൊണ്ട് എഴുതുമ്പോ എന്ത് ചെയ്യണം? 2,2 എന്ന് എഴുതണം. ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ മൂന്നാമത്തെ 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 2 ബ്രാഞ്ചിന്റെയും പൊസിഷൻ പറയണം. അത്രേ ഓർത്താൽ മതി. അപ്പൊ 2 ബ്രാഞ്ച് ഒരേ കാർബണിൽ തന്നെ ഇരിക്കുന്നേ. അപ്പൊ പൊസിഷൻ എഴുതുമ്പോ എങ്ങനെ എഴുതാ? 2,2 ഡൈമീഥൈൽ. 3 അല്ലേ മൊത്തം? അപ്പൊ പ്രൊപ്പെയിൻ. ക്ലിയർ ആയോ? 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ ആയിരിക്കും ഇതിന്റെ പേര്. ഇനി നമുക്ക് let us see how to write the structural formula of a compound if its IUPAC name is given. അപ്പൊ ഇത്രയും നേരം നമുക്ക് പേരിടലായിരുന്നു നമ്മുടെ ചടങ്ങ്. ഓക്കെ, ഇനി തിരിച്ച്, അതായത് പേര് തന്നിട്ട് നമ്മളോട് പറയാണ് അതിന്റെ സ്ട്രക്ചർ അങ്ങോട്ട് വരയ്ക്കാൻ. അത് സിമ്പിൾ അല്ലേ? പേര് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തത്ര ബുദ്ധിമുട്ടുള്ളേ? നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ എന്ത് എഴുതാൻ പറയണം നോക്കി. 2,3 ഡൈമീഥൈൽ പെന്റേൻ ആണ് വരയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് മെയിൻ ചെയിൻ. നമ്മൾ ഫസ്റ്റ് തന്നെ മെയിൻ ചെയിൻ അങ്ങോട്ട് വരയ്ക്കണം. മെയിൻ ചെയിനിലെ ഇവിടുത്തെ റൂട്ട് വേർഡ് നോക്കിയേ, പെന്റെന്നല്ലേ? പെന്റെയിൻ ആണ്. അപ്പൊ ഡബിൾ ബോണ്ട് ഒന്നുമില്ല, ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്. പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആണെന്ന് അറിയാം. 5 കാർബൺ അങ്ങോട്ട് നിരത്തി വരയ്ക്കുക. ഓക്കെ, അതാണ് ഇവിടെ വരച്ചേക്കണേ. ഓക്കെ, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ഇങ്ങനെ നിരത്തി വരച്ചേക്കണം. ഓക്കെ, ഇനി നമ്പർ ഇടാം. ആദ്യം തന്നെ 5 കാർബൺ നമ്പർ ഇട്ട് കൊടുത്തേ. 1 2 3 4 5 നമ്പർ ഇട്ട് കൊടുത്തു. ഇനി എവിടെയൊക്കെ ബ്രാഞ്ച് വന്നേക്കണേ? 2ലും 3ലും. 2ലും 3ലും ഓരോ വര വരച്ചേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്ത? 5 കാർബൺ നേരെ വരച്ചു. എന്നിട്ട് 1 2 3 4 5 എന്ന് ഞാൻ നമ്പർ ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് 2,3 എന്നാ. അപ്പൊ 2ലൊരു ബ്രാഞ്ച്, 3ലൊരു ബ്രാഞ്ച്. ഇനി ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ ബ്രാഞ്ച് ആയതുകൊണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കിട്ടിയോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യണം. ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, കാർബണ് ചുറ്റും എപ്പോഴും 4 ബോണ്ടാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ കാർബൺ ഓൾറെഡി ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം 4 ആവാൻ? യെസ്, 3 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 3 ബോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം? 1 എണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെയോ 3 എണ്ണം ഉണ്ട് ഈ കാർബൺ, സോ 1 ഹൈഡ്രജൻ. ഇവിടെ 2 എണ്ണേ ഉള്ളൂ, അപ്പൊ 2 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാസ്റ്റ് ഒരു ബോണ്ടേ ഉള്ളൂ, അപ്പൊ എന്ത് ചെയ്യാ? 3 ഹൈഡ്രജൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ എന്തായി? സ്ട്രക്ചറായി. കണ്ടോ? സ്ട്രക്ചർ കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പേരിട്ടാൽ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചു. ഇനി സ്ട്രക്ചർ തന്നാൽ എന്ത് പഠിച്ചു? പേരിടാനും പഠിച്ചു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും തന്നെ ചെയ്തേ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ.
അപ്പൊ ഫസ്റ്റ് തന്നെ പേര് നോക്കാം. ഹെപ്റ്റ്, അതാണ് വേർഡ് റൂട്ട്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എത്രയാ? അപ്പോഴേക്കും ഓർമ്മ വേണം, ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ 7. ഓക്കെ, അപ്പൊ 7 വരച്ചോ. 1 2 3 4 5 6 7. നമ്പർ ഇട്ടോ. 1 2 3 4 5 6 7. നിങ്ങൾക്ക് തിരിച്ച് നമ്പർ ആണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇനി 2 മീഥൈൽ ബ്രാഞ്ച് ആണ് അല്ലെ, ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണ്, 2 എണ്ണം ഉണ്ട്. 2 ഒരെണ്ണം ഉണ്ട്, വരച്ചോളോ. 4 ഒരെണ്ണം ഉണ്ട്, വരച്ചോ. ഓക്കെ, വരച്ചു. ഇനി എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. പുട്ട് ഹൈഡ്രജൻസ്. ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 2, അവസാനം 3. എങ്ങനെ ഇടാന്ന് മനസ്സിലായല്ലോ അല്ലെ ഹൈഡ്രജൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല 2,4-dimethyl heptaneന്റെ ഒരു ബോക്സ് തന്നിട്ട് നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയൊക്കെയാണ്ടൊക്കെ ഡാഷ് ഇട്ടാന്നേ കാണല്ലേ, നിങ്ങൾ തന്നെ ചെയ്തോ. ഓക്കെ, ചെയ്യാം നമുക്ക്. യെസ്, ചെയ്തോ. അപ്പൊ ഇതിന് നമ്പർ ഇടണം. ഓക്കെ, നമുക്ക് ഇവിടെ തുടങ്ങാം. ജസ്റ്റ് 1 2 3 4 5 6. 6 കാർബൺ ആണുള്ളത്. ഏതാണ്? 2 ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് 2 സൈഡിൽ നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5 6. ഏതാ കറക്റ്റ്? പറഞ്ഞേ, ഏതാ കറക്റ്റ്? ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് വരുന്ന ഫസ്റ്റ് ബ്രാഞ്ചിന് ആർക്കാ ലോവസ്റ്റ് നമ്പർ കിട്ടിയാൽ നോക്കാം. ഇങ്ങോട്ട് പോവാണെങ്കിൽ 2 ബ്രാഞ്ച്, ഇങ്ങോട്ട് പോവാണെങ്കിൽ 3. അപ്പൊ ഏതാ കറക്റ്റ്? ഓക്കെ, മുകളിൽ എഴുതിയേക്കുന്നതാണ് കറക്റ്റ്. ഓക്കെ, ഇനി പേരിട്ടോ. 2,4 2,4 ഡൈ മീഥൈൽ ബ്രാഞ്ച് ആണല്ലോ അല്ലെ. മീഥൈൽ 2 എണ്ണം ഉള്ളത് കൊണ്ടാണ് ടീച്ചർ ഡൈ ഇട്ടെ. ഡൈ മീഥൈൽ ഹെക്സെയിൻ. 6 ആയതുകൊണ്ട് ഹെക്സെയിൻ. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ഇല്ലല്ലോ അല്ലെ. ഓക്കെ, ഇനി അടുത്തത് പേര് തന്നേക്കാണ്. യു ഹാവ് ടു ഡ്രോ ദ സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, വരയ്ക്കാം. പെൻഡ് ആയതാണ്, ഇതാണ് നോക്കണം ടീച്ചർ. പെൻഡ് എയിൻ ആണ്. അപ്പൊ എല്ലാം സിംഗിൾ ബോണ്ട്. 5 എണ്ണം വരയ്ക്കും, വേഗം വരയ്ക്കും. 1 2 3 4 5. ഇനി എന്താ നോക്കണ്ടേ? ട്രൈ. 3 ബ്രാഞ്ച് ഉണ്ട്, മീഥൈൽ ബ്രാഞ്ച് ആണ്. പൊസിഷൻ നമ്പർ ഇട ഫസ്റ്റ്. 1 2 3 4 5. 2,2. അപ്പൊ 2-ൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2-ൽ 2 എണ്ണം വരയ്ക്കണം. ഓക്കെ, പിന്നെ 3-ൽ ഒരെണ്ണം ഉണ്ട്. 3-ൽ ഒരെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇടാട്ടോ, എവിടെ ഇട്ടാലും ശരിയാണ്. ഓക്കെ, ഞാൻ കുറച്ച് കൺഫ്യൂഷൻസ് മാറാൻ വേണ്ടി നമ്പർ ഒക്കെ ഒന്ന് മാറ്റിയാണേ. ഓക്കെ, അപ്പൊ എന്തായി? 2,2 3-ൽ ഇട്ടു. ട്രൈമീഥൈൽ. ഇനി ബാക്കി ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കാർബൺ ഓൾറെഡി 4 ബോണ്ട് ഉണ്ട്, ഇനി അവിടെ ഹൈഡ്രജൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഒരു ഹൈഡ്രജൻ വേണം, ഇവിടെ 2 എണ്ണം വേണം, ഇവിടെ 3 എണ്ണം വേണം. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? 5 കാർബൺ നേരെ വരച്ചു, നമ്പർ ഇട്ടു. സെക്കൻഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു, തേർഡിൽ ഒരെണ്ണം കൊടുത്തു. നമ്മുടെ സ്ട്രക്ചർ റെഡി. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3,3 ഡൈ ഈഥൈൽ ഹെക്സെയിൻ. അവിടെ ഈഥൈല വന്നേക്കണേ, ഒന്നുമില്ല, നമുക്ക് നോക്കാം. ഹെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 6 കാർബൺ അല്ലേ. 6 കാർബൺ. ടീച്ചർ ഇവിടെ വരയ്ക്കാം കേട്ടോ, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ വരയ്ക്കണം. 6 കാർബൺ എന്ന് പറഞ്ഞാല് വരച്ചേ. 1 2 3 4 5 6. 6 കാർബൺ നേരെ വരച്ചു. ഓക്കെ, നമ്പർ ഇട്ടോ. 1 2 3 4 5 6. 6 നമ്പർ ഇട്ടു. 3 3 ഡൈ ഈഥൈൽ. അപ്പൊ 3-ൽ 2 എണ്ണം, 1 ഇവിടെയും 1 മുകളിലും. ഇനി ഈഥൈൽ ആണ്. ഈഥൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? CH2 CH3. 2 കാർബണുള്ള ബ്രാഞ്ച് വേണം വരയ്ക്കാം. അതേപോലെ തന്നെ മുകളിലും വരയ്ക്കണം. CH2 CH3. ക്ലിയർ ആവുന്നുണ്ടോ? ടീച്ചർ ഇവിടേക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ 1 2 3 4 5 6. 3-ൽ ഇതേ CH2 CH3. ഇവിടെ എന്തേ? CH2 CH3. ഓക്കെ, നമ്പർ ഇട്ടോ. 1 2 3 3 3 3 ഡൈ ഈഥൈൽ. ശരിയായില്ലേ? ഓക്കെ, ബാക്കി ഹൈഡ്രജൻ ഇട്ട് കൊടുത്തേരെ. CH3 H2. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH3. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് കോമ്പൗണ്ട്. ക്ലിയർ? എനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണോട്ടോ ഡൗട്ട്. യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഓക്കെ, ആൻഡ് അവർ ചാനൽ ഫേസ്ബുക്ക്. I will be with you. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നോ ഇഷ്യൂസ്. നമുക്ക് അടുത്തതിന്റെ UPC നെയിം എഴുതിയാലോ? സ്ട്രക്ചർ എല്ലാവരും വരച്ചു തീർന്നോ? ക്ലിയർ ആണല്ലോ അല്ലെ?
സിക്സ് കാർബൺ ആറ്റം നേരെ വരച്ചു 4 5 6 ഹെക്സ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഈഥൈൽ ആയതുകൊണ്ടാണ് 2 കാർബൺ ഉള്ള ബ്രാഞ്ച് വരച്ച് വെച്ചത്. ഇനി അടുത്ത് നമുക്ക് പേരിടാം, നമ്പർ ഇടണം. അതിന് മുന്നേ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണ്ടേ? ഒന്ന് നോക്കിയേ, മെയിൻ ചെയിൻ നേരെ കൊടുത്തു കഴിഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ. 1 2 3 4. വേറെ വല്ല വഴിക്ക് 5 എണ്ണത്തിന് സാധ്യതകൾ ഉണ്ടോ നോക്കിയേ. നോക്കാം. ഇവിടെ നോക്കാം. 1 2 3 4 5. ആ സാധ്യതയുണ്ട്. 5 എണ്ണത്തിന് ഒരു സാധ്യത കാണുന്നു. വേറെ പ്രത്യേകിച്ച് 6 ഒന്നും സാധ്യത കാണുന്നില്ല. അപ്പൊ 5 എണ്ണത്തിൽ നമ്മൾ ഉറപ്പിച്ചു. ഇനി തിരിച്ചിടാം. 1 2 3 4 5. ഇത് എങ്ങനെ ഇട്ടാലും 3യിൽ തന്നെയാണ് ബ്രാഞ്ചസ് വരുന്നത്. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ബ്രാഞ്ച് 3യിൽ തന്നെയാ വരുന്നത്, ഇങ്ങനെ ഇട്ടപ്പോഴും അങ്ങനെ ഇട്ടപ്പോഴും. ഓക്കെ, പക്ഷെ 3യിൽ 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 3,3. 2 ബ്രാഞ്ച് ഉണ്ട്. സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈമീഥൈൽ. 5 വന്നെന്താ? പെന്റ്. ഓൾ സിംഗിൾ ബോണ്ട് അല്ലേ? പെന്റെയിൻ. ക്ലിയർ ആയോ? 3,3 ഡൈമീഥൈൽ പെന്റെയിൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്രാഞ്ചസ് വരുമ്പോ. ഓക്കെ, ബ്രാഞ്ചസ് വരുമ്പോ ഒരേപോലത്തെ ബ്രാഞ്ചസ് വരുന്ന കേസുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, അത്രയാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചത്. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കട്ടെ ടീച്ചർ. ഇനി നമുക്ക് പഠിക്കാനുള്ള അൺസാച്ചുറേറ്റഡ് വരുമ്പോ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അൺസാച്ചുറേറ്റഡ് വരുമ്പോ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഇത്ര നേരം നമ്മളത് പഠിച്ചില്ലല്ലോ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും പഠിച്ചോ? ഇല്ല. അപ്പൊ അത് പഠിക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനു മുന്നേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ, ഓക്കെ, ബ്രാഞ്ചസ് വരുമ്പോഴുള്ള ആൽക്കെയിൻസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഇതിൽ ഉണ്ടോ നോക്കട്ടെ. ഹോംവർക്കില് നിങ്ങൾക്ക് പെറ്റ് ഹോംവർക്ക് ഡബിൾ ബോണ്ട് വരുന്ന ഹോംവർക്കാണ്. ഇവിടെ നമുക്ക് പേരിടാനുണ്ടാവും. ഇതൊന്ന് വരയ്ക്കണം കേട്ടോ. ഈ 3A ആണ് അടുത്ത ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. 3A അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചതല്ലേ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് വരച്ചു നോക്കാം. ഓക്കെ, എല്ലാരും വരച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ നമുക്ക് കറക്റ്റ് ആണോ എന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പറ്റും. ആൻഡ് ഓൾസോ യു ക്യാൻ ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ IUPACയും അവർ എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇത് കറക്റ്റ് ആണോ എന്നാ. ഇനിയിപ്പോ തെറ്റാണെങ്കിൽ യു ഹാവ് ടു കറക്റ്റ് ഇറ്റ്. നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. അത്രേ ചെയ്യണ്ടു. ഓക്കെ, അത്രയും ചെയ്യാനുള്ളൂ അല്ലെ. ഓക്കെ, തെറ്റാണോ നോക്കാം, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇതും കൂടി ഒന്ന് ചെയ്തേക്കെ. തെറ്റാണോ ശരിയാണോ നിങ്ങൾ എണ്ണി നോക്കാം. മെയിൻ ചെയിൻ കറക്റ്റ് ആണോ, ബ്രാഞ്ച് കറക്റ്റ് ആണോ നോക്കി. ഓക്കെ, ഇനി തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതിയേക്കാം കേട്ടോ. ഓക്കെ, hope you enjoyed the video. If you find the video is useful, please hit the subscribe button and click the bell icon, and please share it with your friends. Okay, yes, so stay curious, keep learning. We will see you on the next video. Till then, bye. Thank you.